ആയുസ്സും ആരോഗ്യവും ഉറപ്പാക്കൂ. കുറഞ്ഞ നിരക്കിൽ ഹെൽത്ത് പാക്കേജുകൾ ഇവിടെ ലഭ്യമാണ്. കൃത്യത, വേഗത, മിതമായ നിരക്ക്. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ സേവനം ഇവിടെ ലഭ്യമാണ്. മെഡോറ ക്ലിനിക്കൽ ലബോറട്ടറി, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. പെരുന്നാളിന് മുൻപ് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ വിതരണം വൈകിപ്പിച്ചതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ. മെയ് 26 തന്നെ വണ്ടൂർ ട്രഷറിയിൽ പെൻഷൻ വിതരണത്തിനുള്ള പണം എത്തിയിട്ടും അത് വിതരണം ചെയ്യാതിരുന്നത് ഇടതു സഖാക്കളുടെ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്ക് വഴിയൊരുക്കാൻ വേണ്ടിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. പെരുന്നാളിന് മുൻപ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ അനുഭാവികൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായ പ്രചരണമാണ് നടത്തുന്നത്. ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനായി കോൺഗ്രസ് നേതൃത്വം വണ്ടൂർ ട്രഷറി, വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക്, പോരൂർ സർവീസ് സഹകരണ ബാങ്ക്, SBI വണ്ടൂർ ശാഖ എന്നിവിടങ്ങളിലെ മാനേജർമാരുമായി നേരിട്ട് സംസാരിച്ചു. ഈ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. മെയ് മാസം വരെയുള്ള പെൻഷൻ ഈ മാസം 26-ാം തീയതി പെരുന്നാളിനോടനുബന്ധിച്ച് എല്ലാവർക്കും ലഭിക്കുന്നതിനാവശ്യമായ രീതിയിൽ കൊടുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രഷറികളിലൊക്കെ പൈസ എത്തിയിട്ടുണ്ട്. എന്നാൽ വണ്ടൂർ പഞ്ചായത്തിലെ ഇത് വിതരണം ചെയ്യേണ്ട സർവീസ് സഹകരണ ബാങ്ക് അത് വാങ്ങിച്ച് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ വളരെയധികം വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർക്കാരിനെയും ഭരണ സംവിധാനത്തെയും ഇകഴ്ത്തി കാണിക്കുന്നതിനു വേണ്ടി LDF നേതൃത്വം കൊടുക്കുന്ന വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് തീരെ താല്പര്യമെടുക്കാതെ, ആ പൈസ വാങ്ങാതെ, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാതെ പെരുന്നാൾ സമയത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. വ്യാപകമായ രീതിയിൽ CPM-ന്റെ ആളുകൾ പെരുന്നാളായിട്ട് ഇവിടെ പെൻഷൻ എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ അഴിച്ചുവിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനഃപൂർവ്വം ഇത് ഞങ്ങൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ട്രഷറിയിലും അതേപോലെ SBI ബാങ്കിലൊക്കെ അന്വേഷിച്ചപ്പോൾ കാളികാവില് ബാങ്കിലും ഞങ്ങളെ തൊട്ട പ്രദേശമായ കാളികാവ് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ കാളികാവ് പഞ്ചായത്തിൽ പെൻഷൻ കിട്ടിയിട്ടുണ്ട്. ആളുകളൊക്കെ വളരെയധികം രോഷാകുലരാണ്. എന്തുകൊണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥ. അപ്പോൾ അത് കൃത്യമായി അന്വേഷിക്കുകയും, എന്നാൽ വണ്ടൂരിൽ സർവീസ് ബാങ്ക് അതിൽ അലംഭാവം കാണിച്ചിട്ടുണ്ട്. അവർ കൃത്യമായി പൈസ അവിടെ 95 ലക്ഷം രൂപയോളം അവിടെ പെൻഷൻ വാങ്ങി കൊടുക്കേണ്ടതുണ്ട്, ആളുകൾക്ക് വിതരണം ചെയ്യാനുണ്ട്. അത് കൃത്യമായി വാങ്ങി പെരുന്നാളിന് ആളുകൾക്ക് ലഭ്യമാകണമെന്നുള്ള രീതിയിൽ അവരെ അതിൻ്റെ ഏജൻസി എന്നുള്ള നിലയിൽ കൃത്യമായി അത് അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പെൻഷൻ കിട്ടുകയും അത് അവർക്ക് പെരുന്നാളിന് ഉപകാരപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അത് കൃത്യമായി വാങ്ങാതെ ആ രീതിയിൽ UDF-ന്റെ സർക്കാരിനെയും ഇകഴ്ത്തുന്ന രീതിയിലുള്ള ഒരു നടപടിയും. കഴിഞ്ഞ മെയ് 26 തന്നെ വണ്ടൂർ ട്രഷറിയിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള പണം കൃത്യമായി എത്തിയിട്ടുണ്ട്. അന്നേ ദിവസം തന്നെ ബന്ധപ്പെട്ടവർ ചെക്ക് പ്രസന്റ് ചെയ്തിരുന്നുവെങ്കിൽ അന്ന് തന്നെ പണം വിതരണം ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നിട്ടും പണം വിതരണം ചെയ്യാൻ തയ്യാറാകാതിരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇടതു സഖാക്കളുടെ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത് കൃത്യമായി മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു നടപടിയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. LDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ക്ഷേമ പെൻഷൻ ഈ പെരുന്നാളിന് നൽകിയില്ല എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വസ്തുതകൾ പരിശോധിച്ചപ്പോൾ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായത്. കഴിഞ്ഞ മാസം 26-ാം തീയതി ക്ഷേമ പെൻഷൻ ട്രഷറികളിൽ എത്തിയിട്ടുണ്ട്. അപ്പം ട്രഷറിക്കാരത് കൃത്യമായി വെരിഫൈ ചെയ്ത് നമ്മളോട് പറഞ്ഞു 26-ാം തീയതി എത്തിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ കമ്മ്യൂണിക്കേഷൻ അതത് ബാങ്കുകളിലേക്കും പോകുന്നതാണ്. അപ്പോൾ അതത് ബാങ്കുകൾ ചെക്ക് എഴുതി ട്രഷറിയിൽ പ്രസന്റ് ചെയ്യണം. അവരുടെ ക്ഷേമ പെൻഷൻ എത്രയാണെങ്കിലും ചെക്ക് എഴുതി ട്രഷറിയിൽ പ്രസന്റ് ചെയ്യണം. അങ്ങനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ക്യാഷ് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കലും അത് ഏജന്റുമാർ വഴി കൊടുക്കുന്നതാണ് സിസ്റ്റം ഉള്ളത്. പക്ഷേ ഇപ്പം എന്താ ചെയ്തെന്താ 26-ന് പണം ട്രഷറിയിൽ എത്തിയിട്ടും ഒരു ബാങ്ക് പോലും ചെക്ക് കൊടുത്തില്ല. ഇപ്പൊ വണ്ടൂർ ബാങ്ക് വൈകുന്നേരം കണ്ടു കൊണ്ടു കൊടുത്തു. അപ്പൊ അത് മനഃപൂർവ്വം വൈകിക്കുകയാണ്. അത് കൊടുക്കാതിരിക്കാനുള്ള ഒരു നടപടിയാണ് ചെയ്തത്. ബാങ്കിൽ ഞങ്ങൾ SBI-ന്റെ വണ്ടൂർ ശാഖയിൽ പോയി അന്വേഷിച്ചു. വണ്ടൂർ ശാഖയിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് 26-ാം തീയതി ഇന്ന് അവിടെ ചാർജുള്ള ആള് കരുവാരകുണ്ട് ബാങ്കിന്റെ മാനേജറാണ്. ചാർജുള്ള ആള് ഇന്ന് മാനേജർ ലീവായതുകൊണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കരുവാരകുണ്ട് കാളിയാവ് മേഖലയിലെ ട്രഷറിയിൽ നിന്നൊക്കെ 26-ന് തന്നെ വിവരം കിട്ടി, 26-ന് തന്നെ അവിടെ പെൻഷൻ വിതരണം ചെയ്തു. അപ്പൊ വണ്ടൂർ മേഖലയിൽ പെൻഷൻ വിതരണം ചെയ്യാതെ സർക്കാരിനെ മോശപ്പെടുത്താനുള്ള ആസൂത്രിതമായ ഒരു നീക്കമാണ് നടന്നത് നമ്മൾ സംശയിക്കുകയാണ്.
അത് അടിയന്തരമായി ടേക്കപ്പ് ചെയ്ത് കൺസേൺഡ് സാധാരണക്കാരന് കിട്ടേണ്ട പെൻഷൻ, പ്രത്യേകിച്ച് പെരുന്നാളിനെ പോലെ ഈ വറുതി കാലത്ത് കിട്ടേണ്ട ഒരു പെൻഷൻ മനഃപൂർവ്വം രാഷ്ട്രീയ പ്രേരിതമായി വൈകിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ മുകളിൽ ശക്തമായ നടപടി എടുക്കണമെന്ന് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടാൻ പോവുക. അത് ഏത് ഡിപ്പാർട്ട്മെന്റ്, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ആണ് അതിൽ സ്ലാക്ക് വരുത്തിച്ചാൽ അവര് ആരാണ് അതിന് വൈകിച്ചെന്നുള്ളതിന്റെ കാരണം കൃത്യമായി കണ്ടുപിടിച്ച് നടപടി. സാധാരണക്കാരന് ലഭിക്കേണ്ട പെൻഷൻ മനഃപൂർവ്വം വൈകിച്ച ട്രഷറി ഉദ്യോഗസ്ഥർക്കും സർവീസ് സഹകരണ ബാങ്ക് അധികൃതർക്കുമെതിരെ ഉന്നതതല അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.